അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അടുത്തെത്തിയ റഹീമിനോട് പറയാനുള്ളത്, ചാനലുകാർ നിങ്ങളെ വെച്ച് മുതലാക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം 20 വർഷം പുറം ലോകമറിയാതെ ജീവിച്ചൊരു വ്യക്തിയെക്കുറിച്ചിടത്തോളം അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ വരുന്നവരോടൊക്കെ ചർച്ച ചെയ്ത് ഒരു വലിയ സെലിബ്രിറ്റി ആകുന്നൊരവസ്ഥയിൽ നിന്ന് ഒഴിവാകണം. ഉമ്മയോടൊപ്പം സ്വസ്ഥമായി ജീവിച്ച് ഒരു കല്യാണം കഴിച്ച് ശിഷ്ടകാലം നല്ലൊരു ജീവിതത്തിലേക്ക് ശ്രമിക്കുക. ഈ ഓരോ യൂട്യൂബുകാരും ചാനലുകാരും കൂടെ നടന്ന് അവർ കാശുണ്ടാക്കാൻ, റീച്ചുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരു സെലിബ്രിറ്റി അല്ല നിങ്ങൾ സത്യത്തിൽ അബദ്ധമോ അല്ലെങ്കിൽ സുബദ്ധമോ ആയ നിലയിൽ ഒരു മരണം നടന്നു. ഒരു അറബി പൗരൻ മരണപ്പെട്ടു. ആ മരണപ്പെട്ട അറബി പൗരൻ നിങ്ങളാണ് കൊന്നതെന്ന് കോടതിക്ക് 100% ബോധ്യമായപ്പോൾ ഖിസാസ് എടുത്തു. അവിടെ കൊലക്ക് കൊലയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ അങ്ങനെയാണ്. നിങ്ങളെ കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി വിധിച്ചു. ആ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള നല്ലവരായ ജനങ്ങൾ അതറിഞ്ഞു. അവരെല്ലാവരും കൂടി ഒത്തുപിടിച്ചു, കോടികൾ ഉണ്ടാക്കി നിങ്ങളെ ആ ദയാധനം കൊടുത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തി. ഇവിടെ സത്യത്തിൽ ആഘോഷിക്കേണ്ടത് പാവങ്ങളായ കൊടുത്തവരാണ്. ഒരാളെ ജീവൻ രക്ഷപ്പെടുത്തി എന്നതാണ്. നിങ്ങൾ സെലിബ്രിറ്റി ആവരുത്. നിങ്ങളെ വെച്ച് മുതലാക്കും ഓരോ യൂട്യൂബർമാരും ഓരോ ചാനലുകാരും നിങ്ങളെ വെച്ച് മുതലാക്കുകയാണ്. അത് മാറ്റിവെച്ച് ഉമ്മയോടൊപ്പം സ്വസ്ഥമായി ജീവിക്കാൻ നോക്കുക. ഒരു കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ച് ആ പൊന്നുമ്മയെ നോക്കുക. ഈ വരുന്ന ചാനലുകാരോടും യൂട്യൂബുകാരോടും ഒന്നങ്ങ് മാറി നിൽക്കാൻ പറയാം. കാരണം നിങ്ങളൊരു നിലക്കും സെലിബ്രിറ്റി അല്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ കളഞ്ഞതിൻ്റെ പേരിലുള്ള ശിക്ഷ കിട്ടേണ്ട ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തി നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഒരുപാട് പേര് ഇതിൻ്റെ പിറകെ നടന്നിട്ട് ഈ വഴിക്ക് എനിക്കെങ്ങനെ റീച്ച് കിട്ടാൻ ശ്രമിക്കുമോ അതെല്ലാവരും കാണുക, എന്നിട്ട് അതിനു വേണ്ടി പറയുക. സത്യത്തിൽ ഒരു സെലിബ്രിറ്റിയുടെ പരിവേഷം നടന്ന് നിങ്ങളിങ്ങനെ നടക്കുന്നത് ശരിയല്ല. അതൊക്കെ വിടുക. നിങ്ങളെ പഴയകാല കൂട്ടുകാരി ഒക്കെ കണ്ട് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ ജനിച്ച നിങ്ങളുടെ ജന്മനാട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ വല്ല ജീവകാരുണ്യ പ്രവർത്തനവും നടത്തി നാട്ടിൽ തന്നെ നല്ലൊരു പേരുണ്ടാക്കി വെക്കുക. ഒരുത്തന് കൊന്നവൻ എന്ന പേര് മാറ്റിയിട്ട് നല്ല പേരുണ്ടാക്കി വെക്കുക. അല്ലാതെ നിങ്ങളെ പുറകെ നടന്ന് ആളുകൾ റീച്ചുണ്ടാക്കുന്നത് ആണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. മാറ്റണം ഇത്. നിങ്ങൾ സെലിബ്രിറ്റിയായിട്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. നിങ്ങളറിയില്ല. കാരണം നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് ഇപ്പോൾ 20 വർഷത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നവരോടും മറ്റുമൊക്കെ അങ്ങ് മാറി നിൽക്കാൻ പറയാം. ആ പൊന്നുമ്മയുടെ കൂടെ സമാധാനത്തോടെ ജീവിച്ച് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.